ഡിയർ ഫ്രണ്ട്സ്, നമ്മളിനി പരിചയപ്പെടുന്നത് നമ്മൾ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങിനായിട്ട് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഗോ ടു മീറ്റിംഗ് ആപ്പാണ്. ഇത് മൊബൈലിൽ നിന്നാണ് ഇത് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഗോ ടു മീറ്റിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ ലിങ്ക് നമുക്ക് തരാം. ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഇൻവിറ്റേഷൻ സമയത്ത് തരുന്ന ഒരു 9 കോഡുണ്ട്. നമ്മളുടെ മീറ്റിംഗ്, നമ്മുടെ ക്ലാസ് റൂം എന്നും അത് തന്നെയാണ്. ഈ 10 ദിവസത്തേക്കായിട്ട് അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള സെഷൻസിനായിട്ടാണെങ്കിൽ പോലും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ഒരു ഐഡിയ ആണത്. അതിലേക്ക് നമ്മൾ പോയാൽ മതി. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആണ് നമ്മുടെ ഈ ഡിസ്കഷൻസ് നടക്കുന്നത്. ഓക്കെ, മൊബൈലിൽ നിന്നാണെങ്കിൽ ഗോ ടു മീറ്റ് ആപ്പ് വെച്ച്, ലാപ്ടോപ്പിൽ നിന്നാണ്. മൊബൈലിൽ നിന്നാകുമ്പോൾ ഉള്ളൊരു പ്രശ്നം, നമുക്ക് നമ്മുടെ പ്രസൻറ്റേഷൻസോ അല്ലെങ്കിൽ ആ കണ്ടൻറ്റുകളോ കൃത്യമായ സൈസിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. ലാപ്ടോപ്പിൽ നിന്നാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ലാപ്ടോപ്പിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പം, കമ്പ്യൂട്ടറിൽ അത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെയൊരു ഓപ്പൺ നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്യട്ടെ എന്ന് ചോദിക്കും. ഒരു പ്ലഗിനാണ്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു റൂമിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഇവിടെ സെഷൻസ് ഒന്നും നടക്കുന്നില്ല നമ്മുടെ ഈ റൂമിൽ. നമ്മൾ റൂമിലേക്ക് കയറുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സെഷൻസ് ഇൻറ്ററപ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ക്യാമറയും മൈക്കും ഡിഫോൾട്ടായിട്ട് ഓൺ ആയിരിക്കും. അത് നമുക്ക് ഓഫ് ചെയ്തിട്ട് വേണം അകത്തേക്ക് കിടക്കാനായിട്ട്. നമ്മൾ ഒരു ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നതാണ് ക്ലാസ്സിൽ നമ്മളുടെ പങ്കെടുക്കുന്നതിന് ഏറ്റവും നന്നായിരിക്കുക. കാരണം രണ്ടാണ്: ഒന്ന്, സൗണ്ട് ക്ലാരിറ്റി കുറേ കൂടെ നന്നായിരിക്കും. രണ്ട്, നമ്മുടെ സ്പീക്കറിൽ നിന്നുള്ള സൗണ്ട് കറങ്ങി വീണ്ടും പുറത്തു വരുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല. ഈ രീതിയിലാണ് നമ്മളിത് ക്രമീകരിക്കാനായിട്ട് ആകുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. റൈറ്റ് സൈഡിൽ പീപ്പിൾ എന്നുള്ള വിൻഡോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളത്. നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സെഷൻസ് എല്ലാം കൂടുതൽ ആളുകളുള്ളതായിരിക്കും. അപ്പോൾ അവരിൽ ആരുടെയെങ്കിലും ഒരാളുടെ മൈക്ക് നോയ്സ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ മൊത്തം ക്ലാസ്സിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസ് റേസ് ചെയ്യണമെന്നുള്ളപ്പോൾ മാത്രം നിങ്ങളുടെ വീഡിയോയും ഓഡിയോയും ഓണാക്കി ഞങ്ങളോട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വറീസ് റേസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ വലതുവശത്ത് മുകളിലായിട്ട് ഒരു ടെക്സ്റ്റ് വിൻഡോ ഉണ്ട്. ഈ ഇതിനകത്ത് നമുക്ക് ചാറ്റിംഗ് നടത്താവുന്നതാണ്, ടെക്സ്റ്റ് ചാറ്റ്. അപ്പോൾ ഇത് നമുക്ക് ആരോടാണ് സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. എവരിവൺ ആണോ, ഓർഗനൈസറോട് മാത്രമാണോ, അതോ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്ന ആളോട് മാത്രമാണോ? ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ചാറ്റ് വിൻഡോയും ക്രമീകരിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഈ സെഷൻ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഇവിടെ ലീവ് മീറ്റിംഗ് എന്നുള്ളതിൽ വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് മീറ്റിങ്ങിൽ നിന്ന് നമുക്ക് ഇറങ്ങാവുന്നതുമാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, ഹെഡ്ഫോൺ ഉപയോഗിക്കുക എന്നുള്ളത്. രണ്ട്, ഓഡിയോ മ്യൂട്ടാക്കി വെച്ചിട്ട് ഇതിനകത്തേക്ക് കടക്കുക എന്നുള്ളതാണ്. ഇത്തരം 2 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ഇനി ഈ ആപ്ലിക്കേഷൻ, ഈ ഒരു വെർച്വൽ മീറ്റിങ്ങിലൂടെയും നമ്മളുടെ LMS പോർട്ടലുകളിലൂടെയുമായിരിക്കും ബാക്കി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അഡീഷണലായി എന്തെങ്കിലും നൽകാനുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിനി ഇത്തരത്തിലുള്ള വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുള്ളൂ. നന്ദി.